ക്വിന്നും സിയുവും പൊതുവെ സംസാരിക്കാറൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരോട് ഏറ്റവും കുറഞ്ഞത് ഒരു 100 വാക്കെങ്കിലും ഈ ഒരു ഡേറ്റിൽ പറയണമെന്നാണ് ചാനലുകാരൊക്കെ ആവശ്യപ്പെടുന്നത്. എങ്ങനെയെങ്കിലും ഒരു 100 വാക്കൊക്കെ ഒപ്പിക്കാമെന്ന് അവർ സമ്മതിക്കുന്നു. ഒന്നിച്ച് ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരുടെയും അടുത്ത് നിന്ന് ഇഷ്ടപ്പെടാത്ത രീതിക്കുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു ഷെന്നിന്റെ ലൂവിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെങ്ങിനെയും സൂവിനെയും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുവാനായിട്ടൊക്കെ തയ്യാറാക്കി ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ചെങ്ങായിരുന്നു ആദ്യം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായിട്ട് എത്തിയത് അവനാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം അവൻ എവിടെ ആയിരുന്നുവെന്ന രീതിക്കൊക്കെ സൂവും ചോദിക്കുന്നു. പിന്നീട് ചെങ്ങും സൂവും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് അടികൂടുന്ന സമയത്ത് നേരത്തെ അവരോട് 10 സെന്റൻസ് മാത്രം പറയുവാനായിട്ടായിരുന്നു ടീം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ 10 സെന്റൻസ് ആയതുകൊണ്ട് തന്നെ അവരോട് മിണ്ടാതിരിക്കുവാനായിട്ടൊക്കെ അവരും ആവശ്യപ്പെടുന്നു. പിന്നീട് വീണ്ടും ചെങ്ങും സൂവും കൂടി ചേർന്ന് കൺവിൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ട്രയൽ ആയിട്ടൊക്കെ എടുത്തിട്ട് രണ്ടാമതായിട്ട് വീണ്ടും ഷൂട്ടൊക്കെ ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ് ടീമും. സൂവും ചെങ്ങും കൂടി ചേർന്നിട്ട് ഒരു ഫൈറ്റ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും നീ കാണുവാനായിട്ട് പോയത് ഒരു പെൺകുട്ടീനെ അല്ലായിരുന്നു, അവൾ ആരാണെന്നൊക്കെ ചോദിച്ച് സൂ നിൽക്കുമ്പോഴത്തേക്കും അത് ആരാണെന്ന് പറയുകയില്ല എന്നൊക്കെ അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെങ്ങും നിൽക്കുകയാണ്. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സെന്റൻസസിന്റെ എണ്ണമെല്ലാം തന്നെ അവസാനിക്കുന്ന സമയത്താണ് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നിന്റെ അമ്മേനെ ആയിരുന്നുവെന്നും നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആയിരുന്നു അമ്മ സംസാരിച്ചതെന്നും അമ്മയായിരുന്നു എന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിന്നെ അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുമൊക്കെ ചെക്ക് പറയുമ്പോഴത്തേക്കും സൂവും ആകെ വിഷമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരുടെ സെന്റൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെ വായിലൊക്കെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ടീമും എങ്കിൽ പോലും അങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചതായിട്ട് പോലും കണക്കാക്കാതെ അവർ രണ്ടുപേരും അടികൂടിയൊക്കെ പോകുന്നു. 100 വാക്കുകളൊക്കെ പറയണമെന്ന് ക്വിന്നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളും ഡേറ്റിനൊക്കെ പോകുന്ന സമയത്ത് പറയുവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്ന സെന്റൻസസ് എല്ലാം തന്നെ കാണാതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് സിയു അവിടെ എത്തുന്നതും. നേരത്തെ ചെങ്ങും സൂവും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ എണ്ണമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ക്വിന്നും സിയുവും സംസാരിക്കുമ്പോഴും അവർ എണ്ണമൊക്കെ എടുക്കുന്നത്. എന്ത് പറയണമെന്ന് അറിയാതിരുന്നിട്ടുണ്ടായിരുന്ന ക്വിനും ഒരു സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടെന്നും നീ അത് കണ്ടായിരുന്നോ എന്നുമൊക്കെ സിയുവിന്റെ അടുത്തും ചോദിക്കുകയാണ്. സിയുവും ഇല്ല എന്നൊരു മറുപടിയൊക്കെ പറയുന്നു. അടുത്തതായിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഒരു കേസിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിനക്ക് പറ്റുന്ന ഉപദേശം എന്താന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സിയുവും ക്യൂനിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫ്രണ്ടോ അങ്ങനെ ഒരു കേസോ ഉണ്ടായിരുന്നില്ല. പിന്നെ അവളെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടൊക്കെ ആയിരുന്നു അവനും ഇങ്ങനെ ഒരെണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളും ആ ഒരു കേസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് അവന് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അവളും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരുപാട് സെന്റൻസ് ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ സെന്റൻസിന്റെ എണ്ണവും കൂടുന്നുണ്ടായിരുന്നു. എന്തായാലും ക്വിനിന്റെയും സിയുവിന്റെയും ഷൂട്ടിംഗ് ഒക്കെ വളരെ നന്നായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ടീമിലെ എല്ലാവരും തന്നെ പോയി കഴിയുമ്പോഴത്തേക്കും നേരത്തെ ക്വിനും ഒരു സിനിമയെ കുറിച്ചൊക്കെ സിയുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു സിനിമയൊക്കെ നല്ലതാണോ എന്നൊക്കെ അവനും അവളോട് ചോദിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവളും ആ ഒരു സിനിമ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊരു റിലീസ് പടം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ വിറ്റുപോകുന്നതാണ്. അതിന്റെ ഒരു ടിക്കറ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ ക്വീൻ പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ഒരു ഫ്രണ്ട് എനിക്ക് 2 ടിക്കറ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പോയി പടം കണ്ടാലോ എന്നൊക്കെ സിയുവും ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയിട്ട് ആ ഒരു പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പോപ്കോൺ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ക്വീനിന്റെ കയ്യിലൊക്കെ സിയു അറിയാതെ പോയി പിടിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം ആ ഒരു പടവും കാണുന്നു. ഷെന്നിന്റെയും ലൂവിന്റെയും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണ്. ഈ ഒരു തവണ അവർ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അതിൽ എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ തോന്നുന്ന ടീമിലെ ആൾക്കാരും മര്യാദയ്ക്കൊക്കെ സംസാരിക്കുവാനായിട്ട് അവരോട് പറയുന്നു. എങ്കിലും അവർ അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. ഇതൊക്കെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ജിയോയ്ക്ക് ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതായത് അവർ തമ്മിൽ അടികൂടി പിരിയണമെന്നൊക്കെയാണല്ലോ ജിയോയുടെ ആഗ്രഹം. സോ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പൊക്കോട്ടെ എന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. ഫിഷ് ഒക്കെ പാനിൽ ഇട്ടതിന് ശേഷം കുറച്ച് റൈസ് വിനാഗർ ഒക്കെ അതിന്റെ അകത്തേക്ക് ഒഴിക്കുവാനായിട്ടായിരുന്നു ലൂ ശ്രമിച്ചതെങ്കിൽ പോലും ചൂടായിട്ടുള്ള പാനിലേക്ക് അത് ഒഴിക്കുന്നത് റിസ്ക് ആണെന്നൊക്കെ ഷെൻ പറയുന്നുണ്ട്. എങ്കിലും അവൻ അതൊന്നും തന്നെ കാര്യമാക്കാതെ അങ്ങനെ തന്നെ ചെയ്യുന്നു. പക്ഷെ അവൻ അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പാനിന്റെ അകത്ത് മുഴുവൻ തീയൊക്കെ ആകുന്നു. ഈ ഒരു സമയത്ത് അവനും അവളെയൊക്കെ പിടിച്ചു മാറ്റിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒന്നും തന്നെ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ടീമിലെ ആൾക്കാരും അവരെ എത്രത്തോളം അടികൂടി ഇരിക്കുകയാണെങ്കിൽ പോലും അവരുടെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ എപ്പോഴും മറ്റേ ആളെ കുറിച്ചുള്ള ശ്രദ്ധയൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്നൊക്കെ ജിയോയോടും പറയുന്നു. പക്ഷെ ജിയോയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ കുശുമാണ് തോന്നുന്നത്. അടുത്തതായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു പാർട്ടായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. എങ്കിൽ പോലും ഫുഡൊക്കെ വളരെ കുളമായിട്ടൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കുവാനായിട്ട് മടിച്ച് രണ്ടുപേരും ഇരിക്കുകയാണ്.
നേരത്തെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്ക് അവർ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഓപ്പോസിറ്റ് ആളുടെ കുറ്റവും കുറവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എന്നത്. സോ ജിയോയും അതൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഷെന്നിന് യാതൊരു വിധത്തിലുള്ള കുറ്റവും ഇല്ല എന്നും അവൾ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ് എന്നുമുള്ള കാര്യമൊക്കെ ലു പറയുമ്പോഴത്തേക്കും ഷെന്നും ഇതേ കാര്യം തന്നെയായിരുന്നു ലൂവിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരാ, എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞേ മതിയാകൂ എന്നൊക്കെ ജിയോ എഴുതി കാണിക്കുന്ന സമയത്ത് ലു കുറച്ചൊക്കെ അഹങ്കാരിയാണെന്നുള്ള രീതിക്കൊക്കെ ഷെൻ സംസാരിക്കുന്നു. ഷെന്നിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഷെൻ നല്ല രീതിക്കൊന്നും അല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നതെന്നും മോശം ഫ്രണ്ട്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നുമൊക്കെ ആയിരുന്നു ലു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്റെ ഏത് ഫ്രണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ആ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ അവരെ കുറിച്ച് കുറ്റം പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ ഷെനും തിരിച്ചു പറയുന്നു. ഇപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അത് കൂടുതലായിട്ടൊക്കെ പറയുവാനായിട്ടൊക്കെ ജിയോ ആവശ്യപ്പെടുന്ന സമയത്ത് ലു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് യുവിനെ കുറിച്ചാണ് എന്നൊക്കെ പറയുകയാണ്. യു കാരണമല്ലേ നമ്മൾ ബ്രേക്കപ്പ് ആയതെന്നൊക്കെ അവന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ബ്രേക്കപ്പ് ആയതിന് എന്നൊരു മറുപടിയൊക്കെ ഷെന്നും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ബ്രേക്കപ്പ് ആയതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നൊക്കെ ലൂവും ചോദിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നത്. റൈസ് അഗൈൻസ്റ്റ് ടൈം എന്ന കോമ്പറ്റീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന മോതിരമൊക്കെ അവളും തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ നടന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ലു അവളെ പ്രൊപ്പോസ് ഒക്കെ ചെയ്തതും. പക്ഷെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പ്രൊപ്പോസ് ഒന്നും ചെയ്തത് ശരിയായില്ല എന്ന രീതിക്കാണ് ഷെൻ സംസാരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും വഴക്കൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതെന്റെ ലൈഫിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഠിക്കുവാനായിട്ട് ഞാൻ നിന്റെ വീട്ടിലൊക്കെ വന്നതും. നീ ഇപ്പോൾ എന്നെ പ്രൊപ്പോസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പേടിയൊക്കെ തോന്നുന്നു. ഞാനും ടീച്ചർ പറഞ്ഞത് പ്രകാരം ജർമ്മനിയിലുള്ള ഒരു ഫിലിം അക്കാഡമിയിലൊക്കെ ഞാനും പഠിക്കുവാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ എന്റെ അപേക്ഷയൊക്കെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് അതിലെ ലെറ്റർ ഒക്കെ എനിക്ക് കിട്ടിയതും. അതുകൊണ്ട് തന്നെ ഞാനും ജർമ്മനിക്കൊക്കെ പോവുകയാണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ തീരുമാനിച്ചാൽ പോരെ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്നെ ഒരിക്കലെങ്കിലും ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും എന്നെക്കുറിച്ച് ചിന്തിച്ചേനെ. ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞേനെ. നമ്മൾ പിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്ന് നിനക്ക് തോന്നിയത് കൊണ്ടല്ലേ നീയും ഇങ്ങനെ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും പിണങ്ങി പോവുകയാണ്. അതിനുശേഷം അവൾ ജർമ്മനിയിൽ പോകുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാനായിട്ട് അവന്റെ വീട്ടിലൊക്കെ വന്നപ്പോഴത്തേക്കുമായിരുന്നു അവനും അവളെ കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഞാനും നിന്നോട് കുറെ അധികം ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ അതിന് എന്നോട് ക്ഷമിക്കണം. എന്തായാലും നീ ജർമ്മനിയിലേക്കല്ലേ പോകുന്നത്? അതത്രയ്ക്ക് ദൂരെയൊന്നുമല്ലല്ലോ. എനിക്ക് എപ്പോഴും വേണമെങ്കിലും നിന്നെ വന്ന് കാണാലോ. നമ്മുടെ റിലേഷൻഷിപ്പും നമുക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് അവളും അതൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു തവണ അവളെ കാണുവാനായിട്ട് അവൻ ജർമ്മനിക്കും പോയി. അവൻ റിസോർട്ടിന്റെ വർക്കും മറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ടാണല്ലോ അവളെ കാണുവാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതൊക്കെ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല എന്നൊക്കെ അവൾ ചോദിക്കുന്ന സമയത്ത് നീ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് മടങ്ങി വരുമല്ലോ. പിന്നെ എനിക്കും ഇതുപോലെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരികയില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ദിവസം അവന്റെ ഫോണിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ അവളും കാണുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വേദികളൊക്കെ ബുക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ ഉടനെ തന്നെ വിവാഹമൊക്കെ നടത്തുവാനായിട്ടാണ് അവന്റെ പ്ലാൻ എന്ന കാര്യവും അവൾ അറിഞ്ഞിട്ടുണ്ട്. അവൾക്ക് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അടുത്ത വർഷമൊക്കെ ആകുന്ന സമയത്ത് എന്റെ ഫാമിലി എനിക്ക് കുറെ പണമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പണം എന്റെ കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ ചിലവായി പോകും. അതുകൊണ്ട് തന്നെ ഞാനൊരു വീട് മേടിക്കുവാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നീയും ഏത് വീടാണ് വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്ത് പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂവും ഷെന്നിനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നീ എപ്പോഴാണ് മടങ്ങി വരിക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കിവിടെ ഒരു ഡ്രീം പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഉടനെ വരികയില്ല എന്നുമുള്ള രീതിക്കൊക്കെ ആയിരുന്നു ഷെന്നും പറഞ്ഞത്. മാത്രമല്ല ഈ ഒരു സമയത്താണ് യു അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന കാര്യമൊക്കെ ലൂവും മനസ്സിലാക്കുന്നത്. നേരത്തെ ലൂ ഷെന്നിനെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഒരു കോമ്പറ്റീഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കോമ്പറ്റീഷനിൽ യു പങ്കെടുത്തിട്ടുണ്ടായിരുന്നുവെന്നും യു തന്റെ റൂംമേറ്റ് ഒക്കെ ആണെന്നുമൊക്കെ ഷെൻ സംസാരിക്കുമ്പോഴത്തേക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ലൂവിന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതിൽ അവനും വിഷമമുണ്ടായിരുന്നു. അടുത്ത തവണ ലു അവളെ കാണുവാനായിട്ടൊക്കെ വരുന്ന സമയത്താണ് ബാൽക്കണിയിൽ നിന്ന് രണ്ടുപേര് കിസ് ചെയ്യുന്നതൊക്കെ അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. ഷെന്നും യുവും കൂടി കിസ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ലു വേഗം അവിടെ ചെന്നിട്ട് യുവിനെ തല്ലിക്കൊക്കെ ചെയ്യുന്നു. പക്ഷെ അപ്പോഴായിരുന്നു ഷെന്നിനെ ആയിരുന്നില്ല, മറിച്ച് അവൻ മറ്റൊരാളെ ആയിരുന്നു കിസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ ലുവും മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു കേസൊക്കെ ആയിട്ട് മാറുകയാണ്. പോലീസും ഷെന്നിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ കുറച്ചുനാള് ജയിലിലൊക്കെ കിടന്നതിന് ശേഷം ലുവും പുറത്തേക്ക് ഇറങ്ങുന്നു. ഷെനും യുവുമായിരിക്കും ബാൽക്കണിയിൽ ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനും അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലു ഷെന്നിന്റെ അടുത്തൊക്കെ സോറി പറയുന്നു. എങ്കിൽ പോലും അവളെ സംശയിച്ചല്ലോ എന്ന വിഷമമൊക്കെ അവൾക്കുണ്ടായിരുന്നു. മാത്രമല്ല അവന് വിവാഹത്തിന് വേണ്ടിയൊക്കെ പ്ലാനിങ് നടത്തുന്നുണ്ടല്ലോ, അതിലൊന്നും തന്നെ തനിക്ക് താല്പര്യമില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഭാവിയിൽ എപ്പോഴെങ്കിലും നിനക്ക് വിവാഹം കഴിക്കണമെന്നൊക്കെ തോന്നൂലോ, ആ ഒരു സമയത്തേക്ക് വേണ്ടിയാണ് താനും ഇതൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു ലുവിന്റെ മറുപടി.
അങ്ങനെ ഇരിക്കെയാണ് അവൾക്കും ഒരു കോൾ വരുന്നത്. അതിലെന്താണ് പറയുന്നതെന്നൊന്നും തന്നെ കാണിക്കുന്നില്ലെങ്കിൽ പോലും പിന്നീട് ആ ഒരു കോളിന് ശേഷം നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്നൊക്കെ പറഞ്ഞ് അവളും അവന്റെ അടുത്ത് നിന്നുമൊക്കെ പോകുന്നു. അവനും അവളെ പലതവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇതെല്ലാം തന്നെ അവർ ഓർക്കുന്നതായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് സംഭവമെന്ന് പറയാതെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.